നിങ്ങൾ ഒറ്റക്കെട്ടായിട്ടിരുന്നാൽ നല്ലൊരു ബന്ധം രാജുവിന് കിട്ടും. രാജുവിനെ സംബന്ധിച്ച് അവനും മനസ്സിന് സമാധാനമാവും. അവൻ രാവിലെ ഇറങ്ങി എവിടെങ്കിലും പണിക്ക് പോകുന്നതല്ലേ, വൈകിട്ട് വരുമ്പം അവന് മനസമാധാനക്കേടായിട്ടല്ലേ വരുന്നേ. മക്കള് പറയുന്നതല്ല അമ്മച്ചിക്ക് അതെല്ലാം അമ്മച്ചിക്ക് മനസ്സിലാവുന്നുണ്ടാ. ഈ കൊച്ചാട്ടിന്റെ ഇത് കാണിക്കുമ്പോ എനിക്ക് അങ്ങ് കയ്യിൽ നിന്ന് അങ്ങ് പോവാടാ. അത് പോട്ടെ, അത് പ്രായമില്ലയോ, നിങ്ങൾ രണ്ടും പ്രായത്തിന്റെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അങ്ങ് പോട്ടെന്ന് വെക്കണം. പോട്ടെന്ന് വെക്കാം, ആരെങ്കിലും ഒരാളങ്ങ് പോട്ടെന്ന് വെച്ചേക്കണം. അപ്പൊ ഞാൻ അത് പറയാനാ വന്നത്. പൊന്നുമക്കൾ അത് പറയാൻ വന്നതല്ലയോ? അങ്ങക്ക് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാൻ വന്ന. ചെലവില്ലല്ലോ കുഞ്ഞുമക്കൾ, ചെലവൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വന്ന് പറയുന്നതിന്. പിന്നെ സൂര്യ നീ ആയോണ്ടല്ലോ കുഞ്ഞുമക്കളെ, നീ വന്ന് പറഞ്ഞത് കൊണ്ട് നീ വന്ന് പറഞ്ഞോണ്ട് എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്. വല്ലപ്പോഴും നമ്മുടെ കട വരുമ്പോ നീ എനിക്ക് പൈസയൊക്കെ തരത്തില്ലടാ, കൊച്ചാണ് അറിയണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിന്നോട് എനിക്കൊരു സ്നേഹമുണ്ട് കുഞ്ഞുമക്കൾ. ഉള്ള കാര്യം പറയാം, നീ നല്ല കുഞ്ഞല്ലോ. നീ ഒരു ചാനലും ഒക്കെ ഇങ്ങനെ സിനിമ പിടുത്തൊക്കെ ഞാൻ അറിഞ്ഞു കുഞ്ഞുമക്കൾ. അപ്പൊ കുഞ്ഞുമക്കൾ അതുകൊണ്ട് മോൻ പറഞ്ഞാലേ ഞാൻ കേക്കും. വേറെ ആരെങ്കിലും വരുന്നതിലുണ്ടല്ലോ ഞാൻ ഇവിടെ ചാടിക്കാൻ അറിയാം. അല്ല, അതെനിക്കറിയാം. ഞാന് സത്യത്തിൽ ചെറിയൊരു പേടിയിലാ വന്നേ. എന്നാലും ചെറിയൊരു പേടിയിലാ ഞാനും വന്നത്. എനിക്കറിയാം അമ്മൂമ്മയുടെ സ്വഭാവം. അല്ല അങ്ങനല്ല, എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാ കേൾക്കുമെന്ന്. അപ്പൊ അതുകൊണ്ടാണല്ലോ അപ്പൂപ്പൻ എന്നെ തിരക്കി വന്നേ. മെമ്പറോട് പറഞ്ഞിട്ടും നടക്കാതെ ഞാൻ പറഞ്ഞു മെമ്പറോട് പറഞ്ഞു. ഒരു വാർഡിലൊരു വിഷയന്റെ മെമ്പറോടാണല്ലോ പറഞ്ഞു. അപ്പൊ മെമ്പർ പക്ഷേ അമ്മൂമ്മയുടെ സൈഡാന്നാ അപ്പൂപ്പൻ പറയുന്നത്. സൈഡാന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാ എന്നോട് വന്ന് പറഞ്ഞു. അപ്പൊ ഞാന് വന്ന് പറഞ്ഞാൽ കേൾക്കും എന്നെനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പം സമാധാനമായിട്ടിരിക്കണം, തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇനി ഈ ഇതിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ. ഇതേ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇതിലൊക്കെ അഭിനയിച്ച ആളുകളെല്ലാം കണ്ടോണ്ടിരിക്കുവല്ലയോ, അമ്മൂമ്മയെ അപ്പൂപ്പനെ കണ്ടോണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ തമ്മിൽ തല്ലാന്ന് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ മോശമില്ലയോ. അത് അങ്ങനെ വരരുത്. അത് എന്താണെന്നറിയോ, പഴയ കാലമല്ല, ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമ്മളെന്തോ പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റി ഒക്കെ ആയി. ഇപ്പൊ അമ്മൂമ്മ അറിയാവോ സെലിബ്രിറ്റി എന്ന് വെച്ചാൽ? സെലിബ്രിറ്റി അതെന്ന് വെച്ചാ പ്രശസ്തയായി. ആളുകൾക്കൊക്കെ അവിടെ ആരാ ജീവനെ പേടിയുള്ളത് ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞത്, നമ്മള് സെലിബ്രിറ്റി എന്ന് വെച്ചാൽ നമ്മള് പ്രശസ്തയായി. ഈ പണ്ട് ഇവിടെ ഈ വീട്ടിലെ അടുക്കളപ്പണി മാത്രം ചെയ്യുന്ന എന്തോ പേരെന്തായിരുന്നു, അടുക്കളയെ മാത്രം ഒതുങ്ങി ഇവിടുത്തെ പണികളൊക്കെ ചെയ്ത് ഒക്കെ ജീവിച്ച ആളെന്ന നിലയിൽ ആരും കൂടുതൽ മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഇപ്പൊ ഈ ഫേസ്ബുക്കിലൊക്കെ അഭിനയിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പം ആളുകളെല്ലാം കേരളത്തിലുള്ള ഒത്തിരി പേര് കണ്ടോണ്ടിരിക്കുക. എല്ലാം ഈ രാജു കാരണമാണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നിങ്ങളെ രണ്ടുപേരെ, അപ്പൂപ്പനെ അമ്മൂമ്മ ഇപ്പൊ അറിയാം, നിങ്ങളെ രണ്ടുപേരെ എല്ലാവർക്കും ഇഷ്ടമാ. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾ തമ്മിൽ ഇവിടെ കിടന്ന് അടിച്ച്, ഇതാരെങ്കിലും ഈ പിള്ളേരൊക്കെ ഉണ്ട്, ഈ ഇതിലേക്ക് പോകുന്ന പിള്ളേരുണ്ട്, നിങ്ങൾ തമ്മിൽ അടിക്കുന്ന മൊബൈലിലെങ്ങാനും എടുത്ത് അവമാരിനി വൈറലാവും. അപ്പൊ ഈ പേരെല്ലാം പോകും. അന്നേരം എന്താ ഈ തമ്മിലടിക്കുക, ഈ വല്യപ്പനും വല്യമ്മയും തമ്മിലടിക്കുവാന്ന് പറഞ്ഞാൽ അതിനടിയിൽ കമന്റ് വരും, നിങ്ങളെ ചീത്ത വിളിച്ചോണ്ട്. ഇതുവരെ നിങ്ങളെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് നിങ്ങളെ ചീത്ത വിളിച്ചോണ്ട് കമന്റ്. നിങ്ങൾ അതുകൊണ്ട് വഴക്കുണ്ടാക്കരുത്. നിങ്ങൾ സന്തോഷമായിട്ട് ഈ ഇതിലൊക്കെ അഭിനയിച്ച്, ചിലപ്പോ അറിയാൻ പറ്റത്തില്ല, വല്ല സിനിമയിലും ഒക്കെ കയറി പോയാൽ അറിയാൻ പറ്റുമോ? പിടിച്ചാ കിട്ടുമോ? സിനിമാ നടിമാരുടെ അപ്പൊ ഈ സംശയരോഗം മാറ്റുക. അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ ഇട്ടുണ്ടല്ലോ. അതല്ല മോനെ, ചക്കയ്ക്ക് അരച്ചപ്പോഴേ മഞ്ഞൾ കയ്യെ പറ്റി അതിവിടെ തൂത്തതാ. ഞാൻ വിചാരിച്ചു നാഗരാജ ക്ഷേത്രത്തിലെങ്ങാണ്ട് പോയാ. ഇനി അതിന്റെ കൂടെ ഉള്ളു നീ എന്റെ പൊന്നുമക്കളെ. അപ്പൊ മോൻ പറഞ്ഞത് വഴക്കുണ്ടാകും, എനിക്ക് മനസ്സിലായി. അതായത് ഞങ്ങള് പിന്നെ ബെറ്റിയാന്നല്ലോ ഞങ്ങള്, ആ ബെറ്റി വലിയ ആളാ. അതെ, ആകുമ്പോഴേ ഞങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ അപ്പൊ പിന്നെ നാണക്കേടല്ലയോ. അപ്പൊ എന്റെ പൊന്നുമക്കളെ, എനിക്ക് അന്നം എന്ന് പറഞ്ഞാൽ വലുതാ. എന്റെ ഈ ഉരുളൻകിഴങ്ങാണ് സത്യം. ഞാൻ ഇനിയും കൊച്ചാട്ടന്റെ അടുത്ത് ഒരു എച്ചിപ്പോതിരി വാക്കിന് ചങ്ങാരി പെണ്ണുങ്ങളെ നോക്കരുത്. പറഞ്ഞു മനസ്സിലാക്കി, ഒരു പെണ്ണുങ്ങളെ നോക്കരുത് പറഞ്ഞല്ലോ. ഈ ഉരുളൻകിഴങ്ങാണ് സത്യം, അന്നമാന്നേ. ഞാൻ ഇനി അങ്ങാരുടെ അടുത്തേ ഒരു വഴക്കിനും പോത്തില്ല. പോരെ പൊന്നു മക്കളെ, ഈ ഉരുളൻകിഴങ്ങ് മെരുക്കിട്ട് വെച്ചോട്ടെ.
വെച്ചോ വെച്ചോ. സത്യം ചെയ്ത് വെച്ചിന് കുഴപ്പമില്ലല്ലോ. ആ. പൂജ അപ്പൊ ഒന്നും ആയില്ലയോ ഉച്ചക്ക്? എന്തോ കളയില്ല. ഞാൻ വന്ന് സമയം കളഞ്ഞില്ലയോ? ഇല്ല മോനെ, സന്തോഷം പൊന്നുമക്കളെ. അപ്പൊ മോന് വന്നതിനും ഇത് എന്നോടൊരു വിശ്വാസം ഉള്ളതുകൊണ്ടും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണല്ലോ എന്നോട് കൊച്ചാട്ടൻ അപ്പൂപ്പൻ വന്ന് പറഞ്ഞത്. അപ്പം എനിക്കും അമ്മൂമ്മയോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാനും ഇവിടെ വന്ന് പറഞ്ഞത്. ഇത് വെളിയിൽ ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല. നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഒരു മനുഷ്യൻ പോലും ഇത് വെളിയിൽ അറിയത്തില്ല. അല്ല പൊന്നുമക്കളെ, നിങ്ങൾ തമ്മിലുള്ള ഈ വഴക്ക് വൈകിട്ട് നാട്ടുകാരെ അറിയുമല്ലോടാ. ഇല്ല അറിയും പൊന്നുമക്കളെ. ഞാൻ വന്നിരുമ്പോ ഞാൻ കോളേജൊന്നും കയറത്തില്ലയോ? അപ്പൊ ആളുകൾ അറിയത്തില്ല. ഇന്നോ ഈ ഇത്രയും പറഞ്ഞു വെച്ചിട്ട് വീണ്ടും വഴക്കുണ്ടാക്കാൻ? അല്ല, അപ്പോഴും ഞാൻ മിണ്ടായിരിക്കണം. മിണ്ടായിരിക്കണം. ഇന്നിനിപ്പം എവിടാ പോയേക്കുന്ന? റേഷൻ കടയിൽ പെൻഷൻ മേടിക്കാനോ അങ്ങോട്ട് പോയെന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പം വരുമ്പം മിണ്ടായിരിക്കണം. ഇങ്ങോട്ട് വരുമ്പോഴേ സുനിലിനോട് വിജയൊന്ന് പറഞ്ഞെന്തിനാന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കരുത്. ഉണ്ടാക്കരുത്. നമ്മൾ അറിഞ്ഞിട്ടില്ല, ഞാൻ വന്നിട്ടില്ല, ചോദിച്ചിട്ടില്ല. മനസ്സിലായി? അപ്പൊ ഞാൻ മിണ്ടായിരിക്കാം. കൊച്ചാട്ടൻ വരുമ്പോ പഴയ രീതിയിൽ എന്തോ കൊച്ചാട്ട സ്നേഹം മിണ്ടാതല്ല, പഴയ രീതിയിൽ സ്നേഹമായിട്ട് പോവുക. അല്ല ഞാനിവിടെ വന്ന് ചോദിച്ചോ ആ വൈരാഗ്യം ഒന്നും വെച്ചൊന്നും ചോദിക്കരുത്. അമ്മമ്മയ്ക്ക് മനസ്സിലായി. അമ്മമ്മ ഇനി അതൊന്നും ചോദിക്കത്തില്ല. അമ്മമ്മ ഇനി അങ്ങ് കൊച്ചാടിന്റെ അടുത്തേ ഇനി അമ്മമ്മ മോനാണ് സത്യം വെച്ച് പറയാം. എന്നെ സത്യം ചെയ്തിട്ട് എനിക്കൊന്നും പറ്റരുത്. കള്ളം സത്യമായ എന്നെ സത്യം ചെയ്തിട്ട് ഇത് പാലിച്ചില്ലെങ്കിലേ പിന്നെ നിങ്ങൾ വഴക്കുണ്ടാക്കിയ പിന്നെ എനിക്ക് അമ്മമ്മ ഇനിയും സത്യമായിട്ട് ഇനിയും കൊച്ചാട്ടന്റെ വഴക്കുണ്ടാക്കാൻ ചെല്ലത്തില്ല. അമ്മ പറഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായി. ഒരു മക്കളെ കേട്ടോ, പോരെ? മതി. അപ്പൊ ഞാൻ പോയിക്കോട്ടെ? പോവാനോ? പോവാ. ചായ വേണ്ട ഞാൻ ചായ കുടിക്കാനും മറ്റേ എന്തേലും കലക്കി തരണോ? വേണ്ട എന്തോ ഉണ്ട് കലക്കാൻ? ടാങ്ക് ഇതൊക്കെ പറഞ്ഞ് സാധനം രായി മേടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും വേണ്ടല്ലോ. ടാങ്കോ? പിന്നെ ടാങ്ക് ഇല്ലയോ? അവനൊക്കെ കാണിച്ചു തന്നു. ടാങ്ക് കലക്കി വെച്ചുകൊണ്ട് അത് കലക്കണമെന്നൊക്കെ എനിക്ക് അറിയത്തില്ല. വേണ്ട ഞാൻ അത് കുടിക്കത്തില്ല. അല്ലെങ്കിൽ തരാൻ എനിക്കങ്ങനെ ഇഷ്ടമല്ലോ. അല്ല എന്താ പറഞ്ഞല്ലേ, അത് കൂടെ എന്റെ കൊച്ചാട്ടിന് കൊടുക്കരുത്. സ്നേഹമാ അത്. നീ മോനത് മനസ്സിലാക്ക്. മോന് തരുന്നോണ്ടല്ല, അത് മോന് തരുന്ന കൂടെ കൊച്ചാടിന് കൊടുക്കുമ്പോഴേ എന്റെ കൊച്ചാടിന്റെ പള്ള വീർക്കത്തില്ല. ഞാൻ നിന്നെ പോലെ നാട്ടുകാരെ കണിപ്പിക്കുന്നത് നമ്മുടെ പ്ലസ് കുടുംബം തകർത്തതാടാ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ സന്തോഷമായിട്ടിരിക്കുക. നമ്മള് ഇത്രയും പറഞ്ഞു, ഇനി വഴക്കുണ്ടാവരുത്. ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ? അപ്പം രാജു വരുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ രാജു അല്ലേ പറയണ്ട, ഞാൻ നന്നായിട്ട് അറിയണ്ട. ഓക്കെ, ഞാൻ പറയത്തില്ല, മിണ്ടായിരിക്കും. കൊച്ചാട്ടനോടും പറയണ്ട, ഞാൻ വന്നതിന്റെ പേരൊന്നും പറയണ്ട. അപ്പം പോയിക്കോട്ടെ എന്നാ. ഓക്കെ. പിന്നെ എനിക്കൊരു പേടി കുഞ്ഞുമക്കളെ, ഉറക്കത്തിൽ ഞാൻ വല്ലതും ചെയ്യുവോടോ കൊച്ചാട്ടന്? ഇല്ല ചെയ്യാ. സ്നേഹം മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അല്ലയോ? അതേ ഉള്ളു. അല്ലാതെ തട്ടിമുട്ടി വലിയ വിഷയം ഉണ്ടാക്കരുത്. പരുവം തല്ലുകയും ചെയ്യും. അടിക്കുന്നെന്നാ പറ, അടിക്കരുത്. ഞാൻ ഒന്നും ചെയ്യില്ല കുഞ്ഞുമക്കളെ. കൈ തട്ടി വല്ല കമ്പോ ആലോ വല്ല വീഴുമെങ്കിലും അല്ല, അങ്ങനെ തട്ടരുത് ഇനി കേട്ടോ. നമ്മള് വയറലമ്മൂമ്മയെ കണ്ടു. നമ്മള് ആദ്യമായി അമ്മൂമ്മയെ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ചെറിയ ഒരു പ്രശ്നമുണ്ട് അപ്പൂപ്പനുമായിട്ടുള്ളൊരു വിഷയം, അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ തരംഗമായി, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും വലിയ തരംഗമായി മാറിയ വയറലമ്മൂമ്മയും അപ്പൂപ്പനും, ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രാജു വെട്ടിയാർന്ന അനുഗ്രഹീത കലാകാരനാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ 3 വേഷങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എഡിറ്റിങ്ങും ക്യാമറയും എല്ലാം ഒറ്റയ്ക്കാണ്, സഹായത്തിന് ആരുമില്ല. അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. രാജു വെട്ടിയാർ, നമസ്കാരം. നമ്മുടെ നാടിന്റെ പേരൊക്കെ ഇങ്ങനെ പുറനാടുകളിൽ എത്തിക്കുന്ന വലിയൊരു കലാകാരനാണ്. എന്തുകൊണ്ട് വിശേഷം? സുഖം തന്നെ. സുഖം. അമ്മൂമ്മ നല്ല വൈറലാണ്, അപ്പൂപ്പനെ ആളുകൾക്ക് ഇഷ്ടമാണ്. തീർച്ചയായും. അപ്പം പറയാ, വിശേഷങ്ങൾ പറഞ്ഞു. വിശേഷങ്ങൾ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ചേട്ടനറിയാം, എല്ലാം ചെയ്യുന്ന ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോക്കകത്ത് വലിയ പ്രൊഫഷണലായിട്ടൊന്നും അത്രത്തോളൊന്നും ഇതുണ്ടാകത്തില്ല. എന്നാൽ പോലും എൻ്റെ വീഡിയോ ആ പോരായ്മകൾ മറന്നുകൊണ്ട് സപ്പോർട്ട് ഇതിനെ ഇത്രത്തോളം എത്തിച്ച എല്ലാ ആളുകളോടും എല്ലാ പ്രേക്ഷകരോടും ഞാൻ എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ തിരക്കി വന്ന ഈ ചെറിയ കലാകാരൻ തിരക്കി വന്ന സുനിലേട്ടനോടും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. അല്ല, നമ്മുടെ ഈ SV ചലഞ്ച് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനല് ചലഞ്ചിങ് വീഡിയോ എന്ന നിലയിലാണ് തുടങ്ങിയതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ, അത് ചെറുതും വലുതുമായ എല്ലാ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചെറുതും വലുതും എന്ന വ്യത്യാസമൊന്നുമില്ല, എല്ലാ ആളുകളെയും. അപ്പൊ അതിനകത്ത് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ കലാകാരനാണ് രാജുവിനെ സംബന്ധിച്ച് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ വൈറലായ
ആളാണ്. അതുപോലെ അപ്പം തന്നെ അത് രാജുവിനെ നമുക്ക് ഞങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ തോന്നും. പിന്നെ ചേട്ടൻ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഞാൻ ഇതിൽ ചെയ്തപ്പോൾ തൊട്ട് തന്നെ എന്നെ ഒരുപാട് പേര് നമ്മളെ വിളിച്ചും അത് നേരിട്ടും വന്ന് കാണുകയും വിളിച്ചു. അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള മിക്ക ആർട്ടിസ്റ്റുകൾ എന്നെ വിളിച്ചായിരുന്നു, മിമിക്രി മേഖലയുള്ളവർ വിളിച്ചായിരുന്നു. നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ടുണ്ട്, സൗഹൃദങ്ങളുടെ സപ്പോർട്ടുണ്ട്. അതുപോലെ പുറത്ത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ, പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുകയും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. എന്നെ ഇത്രത്തോളം എത്തിച്ചതിന് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മള് രാജു ഇവിടെ ഷൂട്ടിംഗ് സ്ഥലത്താണ്, അതെ. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ വന്നത്. അപ്പം നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല. ഓക്കെ നടക്കട്ടെ, ഷൂട്ടിംഗ് നടക്കട്ടെ, തിരക്കുണ്ടല്ലോ. അപ്പം ഓക്കെ, താങ്ക് യു. സന്തോഷം. ഒരുപാട് സന്തോഷം.